ജൂലൈ 4-ാം തീയതി തിയേറ്ററിൽ റിലീസായി റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായ ഒരു മൂവിയാണ് മെട്രോ ഇനി ദിനോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ ഒത്തിരി കാസ്റ്റ് ഉണ്ട്. ആ ഒരു കാസ്റ്റിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഒരു സ്റ്റോറിയും മാത്രമാണ് ഈ ഒരു സിനിമയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു കാര്യം. കാരണം ബാക്കി നോക്കുവാണെങ്കിൽ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് അനുരാഗ് ബസുവാണ്. ലൂഡോയും മൾഡറും അതുപോലെ തന്നെ ജഗ്ഗ ജാസൂസ്, ലൈഫിന്റെ മെട്രോ, അങ്ങനെ പല പല വെറൈറ്റി കണ്ടന്റ് സിനിമയുടെ സംവിധായകനായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ ഒരു സിനിമ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നം. ബോളിവുഡിലെ ടിപ്പിക്കൽ സിനിമ കണ്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് ഈ ഒരു സിനിമയുടെ നീളം. അതല്ലാതെ തന്നെ പലയിടങ്ങളിലും സിനിമ വർക്കൗട്ട് ആവാത്തത് സിനിമയുടെ വേറൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം കൂടുതലും ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കഥകൾ, ഈ ഒരു അലി ഫസൽ, ഫാത്തിമ സനേഷ് ഇവയുടെ കഥയില്ലാതെ ബാക്കിയുള്ള കഥകൾ ഒരു പരിധി കഴിയുമ്പോൾ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. സോ ആ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. ഒന്നെങ്കിൽ ബിലോ ആവറേജ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റോറി എന്നതിലല്ലാതെ ഈ ഒരു സിനിമ കൂടുതലായി ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന നെഗറ്റീവ്. ഒരു മൂവി അനുരാഗ് ബസുവിന്റെ മൂവി അല്ല എന്ന് ഉറപ്പിച്ച് കണ്ടാൽ പോലും ടിപ്പിക്കലി ബോളിവുഡിൽ ഉണ്ടാകുന്ന പല പല സംഭവങ്ങൾ നമ്മളെ വളരെയധികം ഡിസപ്പോയിന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. ആ ഒരു ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും സിനിമയിൽ വരുന്ന മ്യൂസിക്കും ഒന്നും തന്നെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.